ഈസിയായി ഒരു പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ആകാം. ലോകത്തെവിടെയും അവസരങ്ങൾ നേടൂ. ഫിൻപ്രോ നൽകുന്ന ഈസി ടു ലേൺ അക്കൗണ്ടിംഗ് കോഴ്സുകളോടൊപ്പം. വീണ്ടും ചുംബന രംഗവുമായി ടൊവിനോ. എനിക്ക് അങ്ങനെ ചുംബിക്കണ ക്യാമറയും ലൈറ്റും ഇത്ര സെറ്റപ്പ് ഒക്കെ വേണം. സിനിമയിലെ ചുംബന രംഗം എന്ന് പറയാൻ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു സാധനമേ അല്ല. പിന്നെ വെച്ചാൽ ചെറിയ കുൽസിത ചോദ്യമാണത്. ചോദിക്കുമ്പോൾ തന്നെ ഫേസിൽ അതൊക്കെ ഉണ്ടാവും, കുൽസിത ഭാവമുണ്ട്. പണ്ട് ടൊവിനോ ഒരു സഞ്ചിയായിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോയ വീഡിയോ ഒക്കെ സഞ്ചി ആയിരിക്കില്ല, വല്ല ലോറിയൊക്കെ ആയിട്ടായിരിക്കും. അതായത് ഞാൻ ഈ കാശ് മുഴുവൻ അങ്ങനെ കൂട്ടി വെച്ച് ഇടയ്ക്ക് തൂക്കി വിൽക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടൊക്കെ ലാസ്റ്റ് ആയിട്ട് ഷോപ്പിങ്ങിന് വില പേശി വാങ്ങിയത് എവിടെ? നമ്മുടെ നാട്ടിൽ ഇപ്പൊ എല്ലാം പ്രൈസ് ടാഗ് ഇട്ട് കൃത്യം വിലയായിരിക്കും. അവിടുത്തെ HM വെച്ചിട്ടുണ്ട് ഇത് ഇത്തിരി കൂടുതലല്ലേ, കുറക്കില്ലല്ലോ. പിന്നെ പാവം പിടിച്ച ആൾക്കാരുടെ 50 രൂപ 100 രൂപയൊക്കെ വില പേശി മേടിക്കുന്നത് അത് മോശമല്ലേ? നമ്മൾ അപ്പുറത്ത് അത് പോയി മേടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയുന്നതിലൊരു ഔചിത്യക്കുറവുണ്ട്. ബാക്കി കേൾക്കുന്നത് അവസാനമായിട്ട് ബിവറേജസിൽ പോയത് എപ്പോഴാണ്? ക്യൂന്ന് മേടിച്ചല്ല, ഞങ്ങൾ ആക്ച്വലി ഹണി ബി പടത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ബിവറേജിന്റെ ഇതിന് സ്റ്റിക്കർ വിളിച്ചിട്ട് ഒട്ടിച്ച് വെച്ചേക്കുന്ന വലിയൊരു ബോർഡ്. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ നമുക്ക് ആക്ച്വലി ഇതിനകത്തൊരു വൈഡ് കൂടി ഇട്ട് നല്ല ഭംഗിയുണ്ട്. ഞാൻ എടുത്തിട്ട് അതിനെ എടുക്കാൻ വേണ്ടി ചെന്നു. തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഇവർ രണ്ടുപേരും എയറിൽ നിൽക്കുക, ക്യാമറ എറിയുന്നു. ഞാൻ പണി പാളി. എനിക്ക് ഞാനിപ്പോൾ എന്ത് പറ്റി കേട്ടാന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇവരെ ഉമ്മാര് വീഡിയോ എടുക്കാൻ വന്നേക്കണ മോനെ, ഞാൻ എൻ്റെ കൂടെയുള്ളതാ. ഞാൻ ഒറ്റയ്ക്ക് നേരെ തിരിഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഡോറൊക്കെ തുറന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാ. എനിക്കറിയാം ഇപ്പൊ വരും, നമുക്ക് കാണാം ഇവര് വളർന്ന് ക്യാമറ ഒക്കെ ഇട്ട് ഓടി വരുന്നു. മിന്നൽ മുരളി 2 ബേസിൽ തിരക്കിലാണ്. ശക്തിമാൻ ബേസിലിന്റെ ഞാൻ ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നു അവന് ഹിന്ദി മനസ്സിലാവില്ല, അവൻ എങ്ങനെ അവന്റെ സിനിമ അവൻ എങ്ങനെ മനസ്സിലാവുന്നു. ശരിക്കും ബേസിലിന് ഹിന്ദി അറിയത്തില്ലേ? ബേസിലിന് ഹിന്ദി അറിയുമെന്ന് എനിക്ക് അറിയാം. ഞങ്ങൾ ഹിന്ദിയിലല്ല സംസാരിക്കാം. ഇത് കഴിഞ്ഞിട്ട് മതി. കേരള മേ ബുദ്ധിമാൻ ലോഗ് അടുത്തതിന് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ മതി. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ. കള്ളം പറഞ്ഞു പോ. അയ്യോ സത്യം പറയണ ഇതിന്. ലാസ്റ്റ് ആയിട്ട് തട്ടുകടയിൽ പോയിട്ട് ഒരു ചായ കുടിച്ചത് എന്നാ? കഴിഞ്ഞ ആഴ്ച കുടിച്ചിട്ടുണ്ടാവും. തട്ടുകടല്ല, സാധാരണ ചായക്കടയിൽ പോയി. ഇന്ന സമയം എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ എപ്പോൾ കണ്ടാലും വിശന്നാലും, പ്രത്യേകിച്ച് ഞാനിപ്പോ തമിഴ്നാട്ടിലൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിലും പോയി കഴിക്കാം. അവസാനമായിട്ട് ബാങ്കില് പൈസ ഡെപ്പോസിറ്റ് ചെയ്തത് എപ്പോഴാണ്? നമ്മളെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. കാരണം അങ്ങനത്തെ ഒരു ആവശ്യം പോരാറില്ല. പണ്ട് ടൊവിനോ ഒരു സഞ്ചിയായിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോയ വീഡിയോ ഒക്കെ പച്ചക്കറിയായിട്ട് കോപ്പറേറ്റീവ് ബാങ്കിലോട്ട് സഞ്ചരിക്കില്ല, വല്ല ലോറിയൊക്കെ ആയിട്ടായിരിക്കും. അതായത് ഞാൻ ഈ കാശ് മുഴുവൻ അങ്ങനെ കൂട്ടി വെച്ച് ഇടയ്ക്ക് തൂക്കി വിൽക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടൊക്കെ അതല്ല, അതില് കമന്റ് ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയില്, സിമ്പിളായി സഞ്ചിയിൽ കാശുമായി പൈസ ഡെപ്പോസിറ്റ്. ഇതൊന്നും കണ്ടില്ലേ? അവിടെ മനുഷ്യ ഒബ്സർവേഷൻ വേണം, അറിയണം ചുറ്റി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച്. അറിഞ്ഞില്ല, ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ അറിയേണ്ടത്. ബാങ്കിലേക്ക് തന്നെയാണ് കയറിയത്. അത് വിട്ടു. അപ്പൊ ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ ആണ്. എനിക്ക് പേഴ്സണൽ കാശ് കൊടുക്കാൻ പേടിയാണ്. അപ്പോഴാണ് സഞ്ചിയിൽ കാശ് കൂടി അടിച്ചോണ്ട് പോയിട്ടുണ്ടോ ആരെങ്കിലും? അടിച്ചോണ്ട് പോകണമല്ല, ചെലവായി പോകും. കയ്യിൽ കാശ് എന്തെങ്കിലും മേടിക്കാൻ തോന്നുന്നു. അതായത് 100 രൂപ കണ്ടാൽ ചില്ലറ ആക്കാൻ തോന്നും. ചില്ലറ കണ്ടാൽ ചില്ലറ ഒഴിവാക്കാം. രണ്ടാണെങ്കിലും പ്രശ്നമാണ്. പിന്നെ ഇനി അവസാനമായിട്ട് ഓട്ടോയിൽ കയറിയത് എന്നാണ്? മഞ്ഞുമൽ പാസിന്റെ പ്രൊമോഷൻ ഉണ്ട്. ഞങ്ങളിവിടെ ചെന്നൈയിൽ ചെന്നപ്പോ അവിടെ കോമഡി ആയിരുന്നു ആക്ച്വലി. അല്ലെന്നേ, ഞങ്ങള് മറ്റേ നമ്മുടെ ഉദയനിധി സ്റ്റാലിന്റെ വീട്ടില് നമ്മളെ ഇൻവൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അവിടെ പോകാനുള്ളൊരു അവസരം ഉണ്ടായി. നമുക്ക് അവിടെ പോകാൻ വേണ്ടി നിൽക്കുന്നു. അപ്പൊ 4:30 അവിടെ നമുക്ക് അവിടെ എത്തണം. നമ്മളവിടെ ചെന്ന് ഇതിന് അവിടെ പോകാൻ വേണ്ടി പുറത്തിറങ്ങുന്നത് നമ്മളെ വണ്ടി അത് ബ്ലോക്ക് കിടക്കുക, എത്തിയിട്ടില്ല. നമ്മളിന് അവസാനം സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് പോയി ഇത്ര മണിക്ക് ചെന്നില്ലെങ്കിൽ പുള്ളിനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ഒരു ഓട്ടോയും ഒരു ഓല ക്യാബും വിളിച്ച് മറ്റേ ടവേറ ഇത്രയും മുല്ലപ്പൂ ഒക്കെ വെച്ചാൽ ടവേറയും വിളിച്ചിട്ട് ചേട്ടാ നേരെ പോട്ടെ, ഓട്ടോന് നേരെ പോട്ടെ, ലെഫ്റ്റ് നിങ്ങളുടെ വഴി പറഞ്ഞു കൊടുത്ത് നേരെ ചെല്ലുന്ന മറ്റേ CMന്റെ ഓഫീസ്. അയാൾ മറ്റേ സാർ നിങ്ങൾക്ക് ആര് സാർ, കുറെ മറ്റേ പട്ടാളക്കാർ പോലത്തെ ആളുകളൊക്കെ നിൽക്കുന്ന മിസ്റ്റേക്ക് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഇടയിൽ കൂടി ഞങ്ങൾ നടന്നു അവിടെ കിടന്നു. അത് കഴിഞ്ഞ ഓട്ടോ തന്നെ കേട്ടിട്ട് ചേട്ടാ അടുത്തത് കമൽ സാറിന്റെ വീട്ടിലേക്ക്. അപ്പൊ അവര് പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ്. ഒറ്റ ട്രിപ്പിലായിരുന്നല്ലേ ഇതല്ല? പിന്നെ എനിക്ക് വയ്യ. ആ അവിടെ നിന്നാ സെറ്റ് ചെയ്ത് ഈ പണിയൊക്കെ എടുത്ത സമയത്ത് ആലോചിച്ചിട്ടുണ്ടോ എന്റെ 6 ചെയ്യാൻ പോണത്? അല്ല, നമ്മളെ ആക്ച്വലി പടം നന്നായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. അതിപ്പോ ഞങ്ങള് മാത്രമല്ല, നമ്മളെ ലൊക്കേഷനിൽ ഇടയ്ക്ക് ടൊബിയും വരുന്നത്. ഇപ്പൊ ടൊബി ആയിരുന്നു ശരിക്കും നമുക്ക് അന്നാണ് നേരത്തെ ടൊബി പറഞ്ഞില്ലേ, ശരിക്കും ഇതൊരിക്കലും ഒരു റേസ് അല്ല. നമ്മൾ മറ്റേ
എല്ലാവരുടെ നമ്മൾ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഇത്രയും ആൾക്കാരാണ്. അപ്പോൾ ടോവി നമ്മളുടെ ലൊക്കേഷനിൽ വന്നിട്ട് നമ്മുടെ മെയിനായിട്ട് പറയുന്ന പരിപാടി സൗബിൻ്റെ അടുത്തൊക്കെ ആദ്യം തന്നെ ഇത്രയും വലിയൊരു ഈ പടം നിങ്ങൾ ഇത്ര ചെറിയ സ്കെയിലിൽ ഒരു മലയാളം കുഞ്ഞു പടം എന്നുള്ള രീതിയിൽ നിങ്ങൾ കൊണ്ട് പിടിക്കരുത്, ഇത് നിങ്ങൾ വലുതാക്കി ആൾക്കാരെ കാണിക്കണം, നമ്മൾ തെലുങ്ക്, തമിഴ്, ഹിന്ദി, കന്നഡ എല്ലാ ഭാഷയിലേക്കും നിങ്ങൾ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അല്ല നമുക്കേ അത് പറ്റും, ഇങ്ങനത്തെ ഒരു സിനിമ അവിടെ കാണും, ആൾക്കാർ കാണുമെന്ന് പറഞ്ഞ് ഏറ്റവും ആദ്യമായിട്ട് ഇവരുടെ എല്ലാവരുടെയും നമ്മളെല്ലാവരുടെയും തലയിലേക്കുള്ളൊരു ഐഡിയ തന്ന ആള് ടോവിയാണ്. അപ്പോ അല്ല, ഞാൻ കുറച്ച് മറ്റേ മിന്നൽ മുരളിയുടെ പ്രൊമോഷനും പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് പോയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് മലയാള സിനിമയ്ക്ക് അവിടെ നല്ല ഡിമാൻഡ് ഉണ്ട് പുറത്തൊക്കെ. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഒന്ന് പ്രോപ്പർ ആയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മഞ്ഞുമൽ പോലത്തെ ഒരു സിനിമയ്ക്കാണ് ആദ്യം ചെന്ന്. അപ്പോൾ ഇപ്പോൾ ഈ വർഷം ഇറങ്ങുന്ന സിനിമകളൊക്കെ അടിപൊളിയാണ്. നമ്മൾ ടെക്നിക്കലിയും ഒക്കെ നല്ലൊരു സിനിമ, നമ്മളൊരു KGF ബാഹുബലിയോ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് മലയാളത്തിൽ നിന്ന് വരേണ്ട സിനിമ അങ്ങനെയല്ല. ഇപ്പോൾ വന്നേക്കുന്ന ഈ ആവേശവും ഇപ്പോൾ നമ്മളെ ഈ ബ്രഹ്മയുഗവും മഞ്ഞുമൽ ബോയ്സും പ്രേമലും ഒക്കെ പോലത്തെ സിനിമകളാണ് അവിടെ പോയിട്ട് വർക്ക് ആവേണ്ടതെന്ന് ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞുമലിനെ പറ്റിയിട്ട് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു, പടം തുടങ്ങുന്നതിന് മുമ്പേ അറിയാം. ഞാൻ അതിനകത്തുള്ള ഭൂരിഭാഗം ആൾക്കാരും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ എനിക്ക് ആ സിനിമയെ പറ്റി മുമ്പേ അറിയാം. അത് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെ സീനുകൾ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. കാര്യം ഞങ്ങളുടെ ഡയറക്ടർ അവിടെ ആയിരുന്നു, ജീന അതിൽ അഭിനയിക്കുന്ന ജീനെ കാണാൻ പോകുന്ന അവിടെയാണ്. ഒരു ഉച്ചയ്ക്കൊക്കെ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ രാത്രിയൊക്കെയാണ് അവിടെ നിന്ന് പോരുള്ളൂ. കാര്യം എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാനായിട്ട് ഇവർ ഷോർട്ടിൻ്റെ ബ്രേക്കിൽ എല്ലാവരും എറണാകുളത്ത് അരമണിക്കൂർ ഓടിച്ച് ഞാൻ കൊടൈക്കനാലെത്തും. പെരുമ്പാവൂരാണ് സെറ്റ് ആ ഒരു ഫീൽഡിരുന്ന് കൊടൈക്കനാലിരുന്ന് സംസാരിച്ചിരിക്കാം. അതാണ് അടുത്തത്. ലാസ്റ്റ് ആയിട്ട് ഷോപ്പിങ്ങിന് വില പേശി വാങ്ങിയത് എവിടെ? പുള്ളി എന്തായാലും ചെയ്തിട്ടുണ്ടായിരിക്കും. മറ്റേ റൗണ്ട് കഴിഞ്ഞല്ലേ? സത്യം പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ അയ്യോ ബെസ്റ്റ്. കഴിഞ്ഞ ആഴ്ച ഞാനിപ്പോ ഇപ്പൊ ഗോവ പോയില്ലേ, അല്ലാണ്ട് നമ്മുടെ നാട്ടിലിപ്പോ എല്ലാം മറ്റേ പ്രൈസ് ടാഗ് ഇട്ട് കൃത്യം വില ആയിരിക്കും. അവിടെ ചെന്നിട്ട് HLM ചെന്നിട്ട് ഇത് ഇത്തിരി കൂടുതലല്ലേ കുറക്കില്ലല്ലോ, അത് കുറക്കാൻ പറ്റില്ല. ലുലു മോളിൽ പോയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഗോവ ചെന്നിട്ട് എന്തോ സാധനങ്ങൾ മേടിക്കാൻ നേരത്തെ അവിടെ നിന്ന് വില പേശി മേടിച്ചു. വെറുതെ വലിയ വലിയ ഷോപ്പുകളിൽ നിന്ന് നമുക്ക് വല്ല പാവം പിടിച്ചവന്മാരുടെ കൈട്ട് വരാൻ പറ്റുള്ളൂ. അല്ല അങ്ങനെ ഭയങ്കര പേശ ഉണ്ടായിരുന്നില്ല. അവരെന്തോ 500 രൂപ, ഞാൻ 300 രൂപ തരാന്ന് പറയാം. അപ്പൊ എനിക്ക് പേശാനങ്ങനെ അറിയില്ല. കാരണം ചുമ്മാ പറഞ്ഞ അടിച്ചു നോക്കി, അതിൽ വർക്കായി, അതിൽ തന്നെ മേടിച്ചിട്ട് പോകുന്നു. ഇതുപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞില്ല, കഴിഞ്ഞ ഒരു 1-1.5 ആഴ്ച ആയിട്ടുള്ളൂ ഞാൻ ഫാമിലിക്കായിട്ട് ശ്രീലങ്കയിൽ പോയി വന്നിട്ട്. അപ്പൊ അവിടെ വെച്ചാൽ വില പേശാൻ നമുക്ക് പെട്ടെന്ന് വില പേശാൻ തോന്നും. കാര്യം ഇവിടുത്തെ 1 രൂപ എന്ന് പറഞ്ഞാൽ അവിടുത്തെ 4 രൂപയാണ്, 3.25 രൂപ കൊണ്ടാണ്. അപ്പൊ പെട്ടെന്ന് ചെറിയ സാധനം 4500 രൂപ പറയും. 4500 രൂപ നിങ്ങൾ എന്താ പറയുക, 100 രൂപ അല്ല അങ്ങനെ കൺവേർഷൻ ചെയ്ത. പക്ഷെ എന്നാലും അവിടെ 4500 രൂപ എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ 4 ആണ്. അപ്പൊ അങ്ങനെയൊക്കെ എന്താ പറയാ, അങ്ങനെ ഭയങ്കരമായിട്ട് വില പേശാറുമില്ല. കാര്യം എന്താ വെച്ചാല് വില പേശി കുറച്ച് മേടിക്കണമെങ്കിൽ എന്തെങ്കിലും വലിയ വിലയുടെ സാധനമൊക്കെ ആയിരിക്കണം. അത് വലിയ അവിടെ ഒന്നും പോയി വില പേശാൻ പറ്റുകയില്ല. പിന്നെ ഈ പാവം പിടിച്ച ആൾക്കാരുടെ ഈ 50 രൂപ 100 രൂപയൊക്കെ വില പേശി മേടിക്കുന്നത് അത് മോശമല്ലേ? നമ്മൾ അപ്പുറത്ത് അത് പോയി മേടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയുന്നതിലൊരു ഔചിത്യക്കുറവുണ്ട് എന്നുള്ള കാരണം കൊണ്ട്. എന്നാലും ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ട് ഇപ്പൊ ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവര് കൂട്ടി പറയും, ആദ്യം തന്നെ കൂട്ടി പറയാം. അപ്പൊ പറയാം അതല്ല, ഇതിന് പറ്റുന്നൊരു പൈസ പറ എന്ന് പറഞ്ഞിട്ട് നമ്മള് ഒരുപാട് അങ്ങോട്ട് അവരെയും വെറുപ്പിക്കാതെ നമുക്കും ബാക്കി അല്ല ഒരുപാട് അങ്ങോട്ട് വെറുപ്പിക്കാതെ നമുക്കും വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ പറഞ്ഞ്. അല്ല ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് പൈസ ചെലവാക്കുന്ന ആളല്ല, പിശുക്കനാണ്. പക്ഷെ അത് അവസാനമായിട്ട് ബിവറേജസിൽ പോയത് എപ്പോഴാണ്? പോയി എന്തെങ്കിലും ക്യൂ നിന്ന് മേടിച്ചിട്ടുണ്ടോ? ക്യൂ നിന്ന് മേടിച്ചില്ല. ഞങ്ങൾ ആക്ച്വലി ഹണിബി പടത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇവിടുന്ന് ജീനന്റെ ഒരു ഐഡിയ ആയിരുന്നു. ഇവിടുന്ന് നമുക്ക് കൊച്ചിയിൽ നിന്ന് നമുക്ക് മേളിലേക്ക് മറ്റേ മലബാർ സൈഡ് മേളിലേക്ക് പോണ വഴി പല മെയിൻ ഡെസ്റ്റിനേഷൻസിലെ ബിവറേജസിൽ ചെന്നിട്ട് ഹണിബി മേടിക്കുന്നു, അതിന്റെ കുറച്ച് ഷോർട്സ് അങ്ങനെ എടുത്തിട്ട് പോവാ. ഓരോരോ സ്ഥലങ്ങൾ അല്ലാത്ത ഐഡിയ. പോയിട്ടില്ല, ഞാൻ പോയിട്ടില്ല. ഇല്ല, ആരെങ്കിലും വിടുള്ളൂ. അതായിരിക്കാം, പക്ഷെ ഞാൻ പോയിട്ടില്ല. പക്ഷെ എന്നിട്ട് ഇങ്ങനെ പോയിട്ട് മലപ്പുറത്ത് ഏതൊരു സ്ഥലത്ത് ചെന്ന് ഇതേ സംഭവം തന്നെ നടന്നു. അപ്പൊ ഞാൻ വണ്ടി ഓടിക്കുന്നു, നമ്മുടെ അസോസിയേറ്റ് നിതിൻ ചേട്ടൻ മറ്റേ ഡയറക്ടറായിട്ട് നിൽക്കുന്നു, ഫായ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അസിൻ ക്യാമറ, പുള്ളി ക്യാമറമാനായിട്ട് നിൽക്കുന്നു. ഇപ്പൊ ഫായ് ക്യാമറമാനാണ്.
അവരവിടുന്ന് എടുക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ നമുക്ക് നല്ല ബിവറേജിൻ്റെ ഇതിൽ നിന്ന് സ്റ്റിക്കർ വിളിച്ചിട്ട് ഒട്ടിച്ച് വെച്ചേക്കുന്ന വലിയൊരു ബോർഡ്. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ നമുക്ക് ആക്ച്വലി ഇതിനകത്തൊരു വൈഡും കിട്ടിയ നല്ല ഭംഗിയുണ്ടാകും. ഞാൻ എടുത്തിട്ട് അതിനെ എടുക്കാൻ വേണ്ടി ചെന്നു. തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഇവർ രണ്ടുപേരും എയറിൽ നിൽക്കുക, ക്യാമറ എറിയുന്നു. ഞാൻ പണി പാടി. എനിക്ക് ഞാനിപ്പോൾ എന്ത് പറ്റി കേട്ടാന്ന് പറഞ്ഞപ്പോൾ ഇവരെ ഉമ്മാര് വീഡിയോ എടുക്കാൻ വന്നേക്കണ മോനെ, ഞാൻ എന്റെ കൂടെ ഉള്ളതാ. ഞാൻ ഒറ്റയ്ക്ക് നേരെ തിരിഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഡോറൊക്കെ തുറന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. എനിക്കറിയാം ഇപ്പൊ വരുന്നു, നമുക്ക് കാണാം ഇവര് പറന്ന് ക്യാമറ കേട്ട് ഓടി വരുന്നു. ചാടി ഞങ്ങൾ ഓടിച്ചിട്ട് ഇടിയിൽ നിന്ന് ജസ്റ്റ് രക്ഷപ്പെട്ടു. പുറകെ ഓടി വന്നു വണ്ടിയുടെ. അതായിരുന്നു അവസ്ഥ. പിന്നെ ബിവറേജിൽ പോകാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അല്ല, റൗണ്ട് നുണ പറയാന്നുള്ളതായിരുന്നില്ല. ഇതിങ്ങനെ തന്നെയാണ് സംഭവിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാണ്ട് അവിടെ കച്ചറ ഉണ്ടാക്കിയിട്ട് പിടിച്ചതല്ല. ഇത് മേടിക്കാൻ വരുമ്പോ കച്ചറ ഉണ്ടാക്കണേ. കണ്ടിട്ടില്ല ബിവറേജിലേക്ക് മിണ്ടാണ്ട് എല്ലാവരും ലൈനിൽ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ കച്ചറ ഉണ്ടാക്കില്ല. ഇത് കഴിഞ്ഞിട്ടാണ് പുറത്തുനിന്ന് കച്ചറ ഉണ്ടാക്കണേ. ടൊവിനോയുടെ റീസെന്റ് ഞാൻ കണ്ടുവരുന്നതാണ്. അതായത് ആ ഒരു വൈറൽ ട്രെൻഡ് വന്നല്ലോ, ടൊവിനോ ഇതിന് താഴെ കമന്റ് ചെയ്താൽ ഞാൻ മറ്റേത് ചെയ്യും, ഇവര് പറഞ്ഞാൽ ഞാൻ പഠിക്കും, മറ്റത് മറിച്ചെന്നൊക്കെ. അപ്പൊ താങ്കൾ അടി ചെന്നിട്ട് കൂടി നിർത്താന്ന് പറഞ്ഞ ചേട്ടന്റെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ചാൽ മതി. ശരിക്കും ആ ചേട്ടൻ കുറച്ചോ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ ചേട്ടൻ ചേട്ടാ കമന്റ് ഒക്കെ ഇടാം, പക്ഷെ കള്ളൂടിയൊക്കെ നിർത്തണോ? അല്ല, കമന്റ് ഒക്കെ ഇടാം, അതിന് കുഴപ്പമൊന്നുമില്ല. അത് പക്ഷെ അത് വലിയ തീരുമാനങ്ങളൊക്കെ ഞാൻ കാരണം കൊണ്ട് എടുക്കാന്ന് എനിക്കറിയില്ല. അത്ര വലിയ പ്രഷർ ഉത്തരവാദിത്വം എനിക്ക് സത്യം പറയാവുന്ന റൗണ്ടാണ്. ഒരുപാട് ഇന്റർവ്യൂസിൽ ഇരുന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇന്റർവ്യൂസിൽ റെഗുലർ ആയിട്ട് വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ടോവിനോട് ഇത് കഴിഞ്ഞു വരും. ബാലു അങ്ങനെ ഏറ്റവും ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ച ഒരു ചോദ്യം അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുന്ന ഒരു ചോദ്യം എപ്പോഴും ഇത് കേൾക്കുമ്പോൾ വൈ നൺ ഓഫ് യുവർ ബിസിനസ്? അല്ല, നൺ ഓഫ് യുവർ ബിസിനസ് എന്നല്ല, ഏറ്റവും കൂടുതൽ കേട്ടേക്കുന്ന ചോദ്യം നിങ്ങൾ ഒരു സിനിമയിൽ ചെയ്തു തന്നു, അതിനകത്ത് ഒരു മറക്കാനാവാത്ത ഒരു അനുഭവം പറയാവോ? അത് ചോദിച്ചില്ല. ഓക്കെ, അതായിരിക്കും. അത് മറക്കാൻ അത് എന്തുകൊണ്ടാന്ന് അറിയാം. അതിന്റെ പ്രശ്നം നമ്മളൊരു ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ വന്നിട്ട് ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചോദിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ബ്രീഫ് റിസർച്ച് എങ്കിലും നടത്തുന്ന ആൾക്കാരോട് നമുക്ക് കൂടുതൽ റെസ്പെക്ട് ഉണ്ടാവും. ആ ബ്രീഫ് റിസർച്ച് പോലും ഇല്ലാതാകുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു കോമൺ ക്വസ്റ്റ്യൻസിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. അത് നമുക്ക് ഭയങ്കര കുറച്ച് ഇൻസൾട്ടിങ് ആണത്. മാത്രമല്ല നമുക്കത് പറയാനായിട്ടും പുതിയതൊന്നുമല്ല. നമ്മളൊരു 100 ഇന്റർവ്യൂല് പറഞ്ഞ തന്നെ വീണ്ടും വീണ്ടും പറയാനും അതൊന്നും ആലോചിക്കുക. ജീവിതത്തിൽ മറക്കാൻ എന്തൊരു അനുഭവം പറയും എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ കുറെ അനുഭവം പറയണ്ടേ, ഏതായിരിക്കും കേൾക്കാൻ ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് എന്നുള്ള ചിന്തയ്ക്ക് എല്ലാം താല്പര്യമുണ്ട് ആൾക്കാർക്ക്. പിന്നെ നിങ്ങൾക്ക് അതൊരു ഭയങ്കര വലിയൊരു ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് വരുന്ന ക്വസ്റ്റൻ അല്ല, ഇങ്ങനെ കിടക്കുന്ന ക്വസ്റ്റൻ ആണ്. ഇതിൽ എന്താ പറയാന്നുള്ള കൺഫ്യൂഷൻ വരും. എന്തെങ്കിലും ഒരു ഈ ഇന്റർവ്യൂല് തന്നെ നല്ല റിസർച്ച് ആണ്. ഇതുപോലെ പല ഇന്റർവ്യൂസ് ഉണ്ട് നല്ല റിസർച്ച് ചെയ്തിട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോ ഈ റീസെന്റ് കൊടുത്ത ഇന്റർവ്യൂസ് വരെ റിസർച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഭയങ്കര നല്ല കാര്യം. അങ്ങനെ കഴിയുമ്പോൾ നമുക്ക് റെസ്പെക്ട് ഉണ്ടാവും. നമ്മൾ ഇന്റർവ്യൂ നമുക്കും കൂടെ എന്റർടൈനിങ് ആവും. മറ്റേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ പഠിച്ചു വെച്ച് തന്നെ പറയുന്ന പോലെ വീണ്ടും ഒരേ ചോദ്യമാണ് ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എല്ലാ ഇന്റർവ്യൂവിലും മാറ്റി മാറ്റി പറയാൻ പറ്റില്ല. അതേ ഉത്തരം തന്നെ പറയണം, ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഇന്റർവ്യൂവിൽ വരുമ്പോൾ നമുക്ക് ചെറിയ ഇത് കുറച്ചും കൂടെ റിസർച്ച് ചെയ്തിട്ട് വരാനായിരുന്നു. പേരെന്താന്നൊക്കെ ചോദിക്കും. അതെങ്കിലും റിസർച്ച് ചെയ്തുകൂടെ? അല്ല, ശരിക്കും എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ശരിക്കുള്ള കാര്യം പറഞ്ഞത് എന്താ സിനിമയുടെ പേര് അങ്ങനെയൊക്കെ ചോദിക്കും. സിനിമയുടെ പേരെന്താ എന്നൊക്കെ ചോദിക്കും. ആ ഒരു ബേസിക് കാര്യം പോലും അറിയാതെ എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ എടുക്കുന്നത്. എന്തായാലും ബാലുവിന് വേണ്ടി ഉത്തരം പറഞ്ഞത് നന്നായി. ടോവിനോടുള്ള ചോദ്യം വേറെയാണ്. അല്ല, നമുക്ക് രണ്ടുപേരും അയ്യടാ, ഇത് വേറെ ചോദ്യമാണ്. അങ്ങനെയൊന്നുമില്ല, വേറെ ചോദ്യമാണ്. വീണ്ടും ചുംബന രംഗവുമായി ടൊവിനോ. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ. അതായത് ടൊവിനോ ചുംബിക്കുന്ന ഒരു സീൻ ഉണ്ടെന്ന് കണ്ടാൽ പിന്നെ എല്ലാ ഇന്റർവ്യൂവിലും ഈ ഒരു ചോദ്യം വരും. അപ്പൊ എന്റെ ചോദ്യം, ഇതാണോ ടൊവിനോയ്ക്ക് ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം? എനിക്ക് അങ്ങനെ ചുംബിക്കണേ ക്യാമറയും ലൈറ്റും സെറ്റപ്പ് ഒക്കെ വേണോ? അല്ല, എനിക്ക് അപ്പൊ ഇത് സിനിമയിലെ ചുംബന രംഗം എന്ന് പറയാൻ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു സാധനമേ അല്ല. ആ കഥാപാത്രത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഒരു കാര്യം കൺവേ ചെയ്യാനായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിലെല്ലാം അങ്ങനെയുള്ള സീനുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് കഥാപാത്രത്തിനും സിനിമയ്ക്കും ആവശ്യമുള്ളത് തന്നെയാണ്. അതാണ് ശരി. ഞാൻ ഇതൊന്നും ചോദിച്ചു മേടിക്കേണ്ട ആവശ്യം എനിക്കില്ല. എനിക്ക് ചുംബിക്കണമെങ്കിൽ എനിക്ക് ലൈറ്റും ക്യാമറയും ഒരുപാട് ആൾക്കാരും ഡയറക്ടർ ആക്ഷൻ എന്ന് പറയേണ്ട ഒരു കാര്യം എനിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങള്. പിന്നെ ചെറിയ കുൽസിത ചോദ്യമാണത്. ചോദിക്കുമ്പോൾ തന്നെ ബേസിൽ അതൊക്കെ ഉണ്ടാവും. ഇഷ്ടമാണോ? ഞാൻ ഇപ്പൊ 19 സിനിമയോളം ആവാറായി. എന്നിട്ട് ഞാൻ 5 സിനിമയിൽ ചെയ്തിട്ടുണ്ടാവും. ഒരു 10% സിനിമകളിലേക്ക് ഇത് വന്നിട്ടുള്ളൂ.
അപ്പൊ അതിനേക്കാളും കൂടുതൽ സിനിമകളിൽ ഞാൻ ആൾക്കാർ വെടിവെച്ചും ഒക്കെ കൊന്നിട്ടൊക്കെ ഉണ്ട്. അതൊന്നും സംസാരിക്കണം, അതൊന്നും ആൾക്കാർക്ക് ഒരു പ്രശ്നമേ അല്ല. ഇതെന്തോ ഞാൻ ഒരു മോശം കാര്യം ചെയ്യുന്നു, കൊല്ലുന്നത് കാണുമ്പോ ആ സൈക്കോളജി എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഇത് നമുക്ക് ഇതിനെ പറ്റിട്ട് ചോദിക്കും, അത് ഉത്തരം പറയുന്നതൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ അത് ചോദിക്കുമ്പോ അവരുടെ മുഖത്തൊരു കുൽസിത ഭാവമുണ്ട്. സോറി, ആക്ടറാണ്, ഞാൻ മറന്നുപോയി. ഇനി ഏറ്റവും ഇമോഷണൽ ആവുന്ന ഒരു സബ്ജക്ട് ഏതാണ്? നമ്മൾ ഇന്റർവ്യൂസിലൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ വല്ലാതെ നൊസ്റ്റാൾജി ആവുന്ന, അല്ലെങ്കിൽ ഉള്ളിലേക്ക് വല്ലാത്ത ഇമോഷൻസ് കൊണ്ടുവരുന്ന ഒരു ചോദ്യം, അത് എന്തൊരു? അങ്ങനെയൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഞാൻ പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് ഓർത്തിട്ട് കരയണോ അങ്ങനത്തെ ഒരു അത്ര ഇമോഷണൽ ആവില്ല. ഇമോഷൻ തന്നെ പല ടൈപ്പ് ഇമോഷൻ. ഇപ്പോൾ ഈ പറഞ്ഞ ചിരി വരുന്ന ഇമോഷനൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഞാൻ ഇമോഷണൽ അങ്ങനെ കരയേണ്ട പരിപാടി ഉണ്ടാവാറില്ല. സിനിമ കാണുമ്പോൾ കരയായിരിക്കും, അല്ലാണ്ട് ചോദ്യം ചോദിച്ചത് അങ്ങനെ പെട്ടെന്ന് കരയിക്കാൻ പറ്റില്ല. മഞ്ഞുമൽ ബോയ്സ് സിനിമ തിയേറ്ററിൽ പോയി കണ്ടായിരുന്നല്ലോ, അപ്പം ഞാനതിൽ കരഞ്ഞു. ഒത്തിരി കാലം കൂടി ഒരു സിനിമയ്ക്ക് കരയണേ. സൗബിൻ്റെ അടുത്ത് വന്നിട്ട് അമ്മ കെട്ടിപ്പിടിക്കുന്ന ഒരു സീനില്ലേ, ഞാൻ അവിടെ വരെ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത് ഞാൻ പെട്ടെന്ന് എൻ്റെ കണ്ണീന്നൊക്കെ കണ്ണീരപ്പോൾ ഞാൻ കരയാണെന്ന് ഓർത്തേക്ക് അടുത്തിരുന്നവർക്ക് ഇങ്ങനെ. നിങ്ങൾ കരഞ്ഞോ മഞ്ഞുമലിലെ സീൻ? ഞാൻ അനിയത്തി പോലും കൊണ്ടുപോക്കോ എന്ന് പറയുമ്പോ അപ്പൊ ഇതൊക്കെ മോങ്ങിയിരുന്ന് കറിയും. അനിയത്തി പോലും കൊണ്ടുപോക്കോ പറയുമ്പോ കറിയുന്നതാണ്, അത്രേ ഉള്ളൂ. അപ്പോഴാണ് ഇത്രയും ഭീകരമായിട്ടുള്ള കരച്ചിൽ പരിപാടികൾ. ബാലു കരഞ്ഞോ? ഞാൻ കരഞ്ഞു. അത് ആ വിഷമവും സന്തോഷവും എല്ലാം കൂടിയിട്ടുള്ളൊരു കരച്ചിലായിരുന്നു. എൻ്റെ അത് ഏതൊക്കെ ഇമോഷനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആ പോയിന്റിൽ മാത്രമല്ല, ഞാൻ പല പോയിന്റിലും കരുതും. എമ്പുരാനിൽ എത്രത്തോളം ടൊവിനോയെ കാണാനായിട്ട് സാധിക്കും? എവിടെ വരെ എത്തി? എപ്പോ വരും? എനിക്കൊരു 3 ദിവസം ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയുണ്ട്, കുറച്ചും കൂടെ ഉണ്ട്. ഒരുപാടല്ല, എന്നാലും കുറച്ചുണ്ട്. കഥ ചോദിക്കുന്നത് മോശമായിട്ട് ഞാൻ ചോദിക്കുന്നില്ല. ആദ്യത്തെ പോലെ തന്നെ പവറൊക്കെ രണ്ടാമത്തേലുണ്ടോ? എന്താ പറയാ, അത് അതിനെപ്പറ്റി ഒന്ന് റിവീൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും ആസ്വാദനത്തിന് നല്ലത്. പക്ഷെ നല്ല രസമായിരിക്കും, നല്ല ക്യാരക്ടറാണ്. മിന്നൽ മുരളി 2 അത് ഇപ്പം ബേസിൽ തിരക്കിലാണ്. അതെ, ബേസിൽ തിരക്കിലാണ്. അതെ, ശക്തിമാൻ. അതെ, അതിനെ പറ്റിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. ബേസിലിന്റെ തന്നെ എവിടേക്കോ ശക്തിമാൻ. ഞാൻ കൺഗ്രാറ്റുലേഷൻസ് ഞാനൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ധ്യാനം. അപ്പൊ ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ മാറിയില്ലേ? ബേസിലിന്റെ ധ്യാൻ ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നു അവന് ഹിന്ദി മനസ്സിലാവില്ല, അവനെ എങ്ങനെ അവന്റെ സിനിമ അവനെ എങ്ങനെ മനസ്സിലാവുന്നു. ശരിക്കും ബേസിലിന് ഹിന്ദി അറിയത്തില്ലേ? ബേസിലിന് സിനിമ അറിയാലോ, അതുപോലെ. എന്റെ ചോദ്യത്തിന്റെ ഉത്തരാണോ നിങ്ങൾ? ഹിന്ദി അറിയേണ്ട കാര്യമുണ്ടോ? ഹിന്ദി അറിയുവോ? ബേസിലിന് ഹിന്ദി അറിയുമെന്ന് എനിക്ക് അറിയാം. ഞങ്ങൾ ഹിന്ദിയിലല്ല സംസാരിക്കാറ്. അങ്ങനെ ഒരു അവസരം വന്നിട്ടില്ല ഞങ്ങൾക്ക്. ഇംഗ്ലീഷ് ചോദിക്കാം. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് മതി. ഹിന്ദി ഇനി അടുത്തത്, വളർത്തിയ കിളികള്, പട്ടി, പൂച്ച, പത്രം വായിച്ചത്, ചായ കുടിച്ചത് വരെ അജയന്റെ 2ാം മോഷണത്തെ കുറിച്ച് കേട്ടു. സിനിമ എവിടെ? സിനിമ മിക്കവാറും ഓണത്തിന് തന്നെ ഉണ്ടാവും. മിക്കവാറും അല്ല, ഓണത്തിനുണ്ടാവും. അതിന്റെ തകൃതിയായിട്ട് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുകയാണ്. CGയും 3Dയും ഒക്കെ അതിന്റെ അവസാന ഘട്ടങ്ങളിലാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും അങ്ങനത്തെ പരിപാടികൾ നടക്കുന്നുണ്ട്. അത് ഫൈനൽ പരിപാടികളിലാണ്. എന്താ നീളുന്നേ? കുറേ നാളായില്ലേ? കഴിഞ്ഞ വർഷം വരും. അതിനകത്ത് നമുക്ക് CG കുറച്ചധികം ഉണ്ട്. ഒരു 75% ഷോട്ടുകളിലെങ്കിലും CG ഉണ്ട് അതിനകത്ത്. 3 കാലഘട്ടങ്ങളും പലതരം കാലഘട്ടങ്ങളൊക്കെ കാണിക്കുമ്പോൾ അതിനകത്ത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ സഹായം നമുക്ക് വേണം. പലതും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്ലൂ മാറ്റിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള പലതുകൊണ്ട് അതുകൊണ്ട് അപ്പോൾ CG സമയമെടുത്ത് തന്നെ ചെയ്യണം. കാര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ആസ്വാദനം ആൾക്കാർക്ക് കിട്ടിയെന്ന് വരില്ല. പിന്നെ അത് കഴിഞ്ഞ് 3D റെൻഡർ ചെയ്യണം. നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് 3D ചെയ്യുന്നത്. നമ്മൾ 3D ക്യാമറയിൽ ഷൂട്ട് ചെയ്തതല്ല, പോസ്റ്റ് പ്രൊഡക്ഷനിൽ ചെയ്യുന്നതാണ്. അങ്ങനെയാണ് ഈ അവഞ്ചേഴ്സും പോലും ഉൾപ്പെടെയുള്ള മാർവൽ സിനിമകൾ വരെ ചെയ്യുന്നത് അങ്ങനെയാണ്. അത് പക്ഷേ നല്ല കലക്കൻ ഔട്ട് തരുന്ന ഒരു റേസ് 3D എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3D കമ്പനിയാണ് അത് ചെയ്യുന്നത്. CG നമ്മൾ പലർക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തേക്കാണ് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഈ നടക്കുന്ന പ്രോസസ്സ് എല്ലാം ആ സിനിമയ്ക്ക് ഗുണമായിട്ട് തന്നെ വരുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓണത്തിനുണ്ടാവും. എന്റെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ രണ്ടുപേരോടും കൂടി. ഇത്തവണ സത്യമായിട്ട് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ സിനിമകളിൽ പലപ്പോഴും കാണുന്നുണ്ട്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ഗ്രൂപ്പ് ഉണ്ട്. ഓരോ സിനിമ എടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ ജീൻ പോളിന്റെ സിനിമകൾ വരുന്ന സ്ഥലത്ത് ബാലുവിനെ നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ പല ഗ്രൂപ്പുകൾ പലപ്പോഴും വരുന്നതായിട്ട് തോന്നാറുണ്ട്. അതായത് ഓഫ് സ്ക്രീൻ കെമിസ്ട്രി അതുപോലെ തന്നെ ഓൺ സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്ന പോലെ. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിയുമ്പോൾ ആ ഒരു അവരെല്ലാവരും വരുമ്പോഴാണ് മൂവി ഭയങ്കര കളറാവുന്നത്. അപ്പോൾ അതുപോലെ ഒരു ഗ്രൂപ്പ് വേണോ ഒരു സിനിമയിലേക്ക് വന്ന് ഭയങ്കര തമാശയുള്ള സീനുകൾ ഉണ്ടാവാനും ഒക്കെ? അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ആവശ്യമുണ്ടോ? ഞാൻ എല്ലാ ഗ്രൂപ്പിലുള്ള ആളാണ്.
അത് ഞാൻ കാണുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. പക്ഷേ ആ സൗഹൃദം ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതാണ്. ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം ഡയറക്ടറോട് ചോദിക്കാനുള്ള സ്പേസ് ഇല്ലെങ്കിലൊക്കെ ചിലപ്പോൾ ചിലപ്പോൾ നമ്മൾ ഗംഭീരമായിട്ട് ചെയ്യാവുന്ന ഒരു സാധനം ഇനിയിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും വേണ്ട അത് ഒഴിവാക്കാം, അത് വേണ്ട പ്രോപ്പർട്ടി മാറ്റി വെച്ചിട്ട് അങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്യും. പക്ഷെ എന്നാൽ ഞങ്ങൾ ഈ ഇതിൽ ജീൻ്റെ അടുത്ത് അങ്ങനെ ചെയ്താലും ഒരു ചളി പറഞ്ഞോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചോദിച്ച് മേടിക്കും. അപ്പോൾ ജീന സ്വാതന്ത്ര്യം തരും. ഞാൻ പറഞ്ഞു നോക്കാം, എന്നിട്ട് കൊള്ളൂല കട്ട് ചെയ്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിന് ഈ സൗഹൃദം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അയ്യെന്ന് പറഞ്ഞ് നമുക്ക് അപ്പൊ തന്നെ ഓക്കെ എന്ന് വേണ്ട എന്തെങ്കിലും വേറെ സ്ഥലം തരാം എന്ന് പറയാനുള്ള ആ ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടാവാനായിട്ട് സൗഹൃദം ഭയങ്കര നല്ലതാണ്. പക്ഷെ അത് നമ്മളെ തന്നെ റെസ്ട്രിക്ട് ചെയ്യേണ്ട, എല്ലാ സർക്കിളിലും ഉണ്ടാവുമല്ലോ നമുക്ക്. അല്ല ചോദിച്ചാൽ അറിയാൻ വേണ്ടിയിട്ട്, കാരണം അങ്ങനത്തെ കുറെ ഗ്രൂപ്പുകളെ ഇപ്പൊ സിനിമകളിൽ കടന്നു. ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ആളും കൂടി ഉണ്ടാവാം. ജീന്റെ സിനിമ വരുമ്പോൾ എന്നെ മനസ്സിലായി ബാലു അവിടെ ഉണ്ടാവും എന്നൊരു ചിന്തയൊക്കെ, അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തപ്പോൾ എന്ത് തോന്നി? ശരിയാണ്, ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടപ്പോൾ വ്യത്യസ്തമായ സിനിമയായിരുന്നു, വളരെ നല്ലതായിരുന്നു. അത് റീമേക്ക് ചെയ്ത് നശിപ്പിച്ചു. അതല്ല അതിൽ ബാലു ഉണ്ടായില്ല, അത് മനസ്സിലായിടും. അതല്ലേ ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ സിനിമ കണ്ടോ, രണ്ടും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഇത്രയും നേരം നമ്മൾ ഇവിടെ സെൽഫി. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ്. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ നാടികർ. നല്ല നല്ല സിനിമകൾ ഒരുപാട് വരട്ടെ. നോട്ട് ഉണ്ടെന്ന് മെഷീൻ മേടിക്കാൻ ഇടവരട്ടെ. കാരണം ഇൻഡസ്ട്രി വളരുന്നതോടെ നമുക്ക് അതൊക്കെ പറ്റുമല്ലോ. ടോവിനോയ്ക്കാണ് പറയാത്തായിരിക്കും. ഒരു ബാങ്ക് തുടങ്ങാം. ബാങ്ക് കൊള്ളടിക്കുമ്പോ ആ മെഷീനും കൂടെ വെട്ടി കൊള്ളടിച്ചാൽ സഞ്ജയ് എന്തിനാ നമ്മൾ ട്രക്കിലാണ്. ഓ സോറി, സഞ്ജയിന് ആവശ്യമില്ലല്ലോ. അപ്പൊ ശരി, താങ്ക് യു. ഈസിയായ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ആകാം. ലോകത്തെവിടെയും അവസരങ്ങൾ നേടൂ. ഫിൻപ്രൂവ് നൽകുന്ന ഈസി ടു ലേൺ അക്കൗണ്ടിംഗ് കോഴ്സുകളോടൊപ്പം.